നമസ്കാരം. എല്ലാവർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കോംപ്ലിമെൻറ്റ്സ് മേടിച്ച് തന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റേൺ ഫ്രാഗ്രൻസസ് ഏതൊക്കെയാണ്. അപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നോട്ട് ചെയ്യാനായിട്ടും അതുവഴി നമ്മളെ പ്രശംസിക്കാനായിട്ടും ഏതാണ് ഇത് അടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാനായിട്ടുമൊക്കെ ഏറ്റവും സാധ്യതയുള്ള ഫ്രാഗ്രൻസുകളാണിത്. പക്ഷേങ്കിൽ ഇതിനകത്തൊരു കാര്യമുണ്ട്. നിങ്ങളൊരു ടഫ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ഫ്രാഗ്രൻസ് അടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ആൾക്കാരോട് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല. ഇപ്പം അമോജി ജൂബിലേഷൻ അടിച്ച് ഒരു ഭയങ്കര സീരിയസും ആൾ വന്ന് നടന്നു വരുവാണ്, അവർക്ക് നല്ല മണം ഉണ്ടാകും. പക്ഷേ നമ്മളാരും അവരോട് ചോദിക്കത്തില്ല നിങ്ങൾ ഏത് പെർഫ്യൂം അടിച്ചിരിക്കുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ അത് കോംപ്ലിമെൻറ്റ്സ് ഒരു പരിധി വരെ. പിന്നെ മറ്റുള്ള ആൾക്കാർ, അതായത് നിങ്ങളോട് ചോദിക്കാൻ വരുന്ന ആൾക്കാർ ഭയങ്കര ഇൻട്രോവേർട്ടുകളാണ്, അവരാരോടും സംസാരിക്കത്തൊന്നുമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കാൻ പഠിക്കും. സ്റ്റിൽ ഈ സ്മെൽ അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടാകും, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടാകും. പക്ഷേങ്കിൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പെർഫ്യൂം നല്ലതല്ല എന്നർത്ഥമില്ല. അത് ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കാം. കൂട്ടുകാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചോദിക്കും, ഇത് ഏത് പെർഫ്യൂമാടാ, നീ എനിക്ക് നല്ലതായിട്ട് മണക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ഈ കോംപ്ലിമെൻറ്റ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് സംഗതിയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ ഈയിടെയൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു സാധനമുണ്ട്, അഫ്നാൻ 9PM. നമ്മുടെ ജോൺ പഗുച്ചി അൾട്രാമെയിലിൻ്റെ ക്ലോണാണത്. ഈ അൾട്രാമെയിൽ ഫ്രാഗ്രൻസിനെ കുറിച്ച് ജെറമി പറഞ്ഞിട്ടുള്ളത്, ജെറമി എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് റിവ്യൂറുണ്ട്. പുള്ളിക്കാരനൊരു പാർട്ടിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഐ ഹെയ്റ്റ് യു ബിക്കോസ് യു ആർ സ്മെല്ലിങ് സോ നൈസ് എന്ന് പറഞ്ഞു. അതായത് എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്നു, എന്തുകൊണ്ടെന്നാൽ നിൻ്റെ മണം അതിഭയങ്കരമാണ്. ഇതാണ് അഫ്നാൻ 9PM. ഇത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ ബോട്ടിൽ തീർന്നു പോയിരുന്നു. ഇതിപ്പോൾ പുതിയത് വരുത്തിയതാണ് കേട്ടോ. ഇത് ഭയങ്കര ഫ്രൂട്ടി ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. ഇതുണ്ട്, ഇതിൻ്റെ ക്യാബ് ഭയങ്കര ഹെവി. ഇത് നിങ്ങൾ നോക്കിക്കോണം, ടൈൽസിലൊക്കെ വീണാൽ അപ്പം ടൈൽസ് പൊട്ടും കേട്ടോ. അങ്ങനെ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഭയങ്കരമായിട്ട് ഹെവി ക്യാപ്പാണ് ഇതിൻ്റെ. അഫ്നാൻ 9PM നമുക്ക് ടെസ്റ്റ് ട്രിപ്പിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഫ്രൂട്ടി ആംബറി ഫ്രാഗ്രൻസാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ വരുന്നത് ആപ്പിള് സിന്നമണൊക്കെയാണ്. ലെവൻഡറുണ്ട്, ആപ്പിളുണ്ട്, സിന്നമണുണ്ട്, കിട്ടുന്നുണ്ട് കേട്ടോ. ആപ്പിളും ലെവൻഡറും നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ കൊടുക്കാം, ആൽക്കഹോൾ ബ്ലാസ്റ്റ്. സിന്നമൺ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ലിലി ഓഫ് ദ വാലി മിഡിൽ നോട്ട നല്ല രീതിയിൽ അത് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്, ലിലി ഓഫ് ദ വാലി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വനില്ല ടോങ്ക ബീൻ ബേസ്, പച്ചൂളിയുണ്ട് ടോങ്ക ഇതിനകത്ത്. ഇതെന്തായാലും JPJ അൾട്രാമെയിലിൻ്റെ ക്ലോണാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അൾട്രാമെയിലുമായിട്ട് സൈഡ് ബൈ സൈഡ് നോക്കാം. അൾട്രാമെയിൽ ഇതല്ലേ, അൾട്രാമെയിൽ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അൾട്രാമെയിലുമായിട്ട് സൈഡ് ബൈ സൈഡ് നോക്കാം. അൾട്രാമെയിൽ കുറച്ചുകൂടെ മൈൽഡാണ്. അഫ്നാൻ കുറച്ചുകൂടെ ഫ്രൂട്ടിയാണ്, കുറച്ചുകൂടെ ലൗഡാണ് കേട്ടോ. അൾട്രാമെയിൽ ഇങ്ങനെ ഒരു ബൂസി മൈൽഡ് സ്മെൽ ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇച്ചിരി കൂടെ ക്ലാസ്സിയാണ് അൾട്രാമെയിൽ. ഗുണമേന്മ ശരിക്കും ഡിസൈനർ ലെവലിൻ്റെത് കാണാനുണ്ട്. അഫ്നാൻ മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല ഫ്രൂട്ടിയാണ്. അഫ്നാൻ കുറച്ചും കൂടെ ലൗഡായിരിക്കും കേട്ടോ അൾട്രാമെയിലിനേക്കാളും. അങ്ങനെ ഒരു ഇത് ഉണ്ട്. ഇത് അഫ്നാൻ കുറച്ചുകൂടെ നല്ല ലൗഡായിരിക്കും. ഭയങ്കര ബീസ് മോഡ് പ്രൊജക്ഷനാണ്. അഫ്നാൻ ഒരു 5, 8, 10 സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് പാർട്ടി പെർഫ്യൂമാണ്. നിങ്ങൾ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയിൽ ആളുകൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ പെർഫ്യൂമാണ്, അഫ്നാൻ. ഇതാണ് ബോട്ടിൽ കേട്ടോ, ഇവിടെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അഫ്നാൻ 9PM ആണ്. 9PM എന്നവർ പറഞ്ഞിരിക്കുന്നത് വൈകിട്ട് നൈറ്റ് പാർട്ടി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് കൊണ്ട്. അപ്പോൾ എയറിൽ ഇത് സ്മെല്ല് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു അടിപൊളി ലെവൻഡർ വൈബായിട്ട് കേട്ടോ. ഇത് നല്ലൊരു ബാങ്ക് ഫോർ ദ ബക്സ് എന്ന് പറയുന്ന പോലെ നല്ലൊരു മുതലാണ് കേട്ടോ, കുഴപ്പമില്ല. അതാണ് അഫ്നാൻ 9PM. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് അഫ്നാൻ 9AM നോക്കാം. ഈ 9AM ഡൈവ് എന്ന് പറഞ്ഞാൽ ഇത് ബ്ലൂഡി ചാനലിൽ ഇൻസ്പയർഡോ കാര്യങ്ങളോ ഒന്നുമല്ല. ബ്ലൂഡി ചാനലിനോട് ഇതിന് സാദൃശ്യമുണ്ട് ശരിക്കും. ആ ഒരു ജോണറിൽപ്പെട്ട ഒരു
പെർഫ്യൂമാണ്. അതിനോട് സിമിലർ ഒന്നുമല്ല, പക്ഷേങ്കിൽ നല്ല സാദൃശ്യം അതിനുണ്ട്. ഇത് ഡേ ടൈമിൽ അടിക്കാൻ നല്ലൊരു സാധനമാണ് ഇത്. ഇതൊന്നിൻ്റെയും കോപ്പിയൊന്നുമല്ല, നല്ലൊരു അടിപൊളി മണമായിരുന്നു. എനിക്ക് 9 PM സെൻ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെയാണ്. കാരണം ഇതൊന്നിൻ്റെ കോപ്പിയൊന്നുമല്ല, ഇതിൻ്റെ തന്നെ ഇതാണ്. നമ്മുടെ നഫ്സൽ ഷാഗാഫുമായിട്ട് ബന്ധമുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു സ്വന്തം നിലനിൽപ്പുള്ള ആളാണ് ഇത് കേട്ടോ. ഇത് നല്ല രീതിയിൽ നല്ല ഡേ ടൈമിൽ അത്യാവശ്യം ഒരു 10-20 സ്പ്രേ ഒക്കെ വരെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. നിങ്ങൾ പോകുന്ന വഴിയൊക്കെ സെൻട്രയിലൊക്കെ ഉണ്ടാവും. ഇതാണ് അഫ്നാൻ 9 AM ഡൈവ് കേട്ടോ. 9 AM ഡൈവ് എന്നതിൻ്റെ പേര്. നല്ല രീതിയിൽ ആളുകൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനം. ആൾക്കാർ നിങ്ങളോട് ചോദിക്കും എന്താ അടിച്ചിരിക്കുന്നതെന്ന്. ഈ 9 PM 9 AM ആ ലൈൻ നല്ല രീതിയിൽ ആൾക്കാർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങളോട് എന്തായാലും ആളുകൾ ചോദിക്കും എന്താ അടിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ അത്യാവശ്യം നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. ഒരു 6 മണിക്കൂർ വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്. 9 PM ആണെങ്കിൽ ഒരു 8-9 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷർട്ടിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോഞ്ചിവിറ്റി അതിനുണ്ട്. പ്രൊജക്ഷൻ 9 PM ലൗഡാണ്. 3-4 ഫീറ്റ് വരെ പോവും. ഇതിനൊരു 2 ഫീറ്റ് 2.5 ഫീറ്റ് വരെ പോവും പ്രൊജക്ഷൻ. ഈ 9 AM 3-4 ഫീറ്റ് വരെ പോവും കേട്ടോ. പിന്നെ പ്രൈസ് റേഞ്ച് വരുന്നത് 2000 മുതൽ 3000 വരെ, ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഡിസ്കൗണ്ടും കാര്യങ്ങളുമൊക്കെ സൈറ്റിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഡിസ്കൗണ്ടുകൾ, സീസൺ ഫെസ്റ്റിവലാണോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളനുസരിച്ചിരിക്കും ഇതിൻ്റെ പ്രൈസ്. ആളുകൾ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഞാൻ പല സ്ഥലത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഞാനൊരെണ്ണം റെക്കമെൻഡ് ചെയ്യാത്തത് അവന്മാരെങ്ങനെ നിങ്ങളെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എനിക്കൊരു എനിക്കൊരു മനസ്സിന് വിഷമമാകും. കാരണം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന എന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കളിപ്പിച്ചു. ലത്തഫ നെബ്രാസ് മേടിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് അവന്മാരേതാ ചൈനീസ് നെബ്രാസ് മേടിച്ചു വിട്ടു. പിന്നെ ഞാൻ ഈബേയോട് പറഞ്ഞ് അവർ റീഫണ്ടൊക്കെ ചെയ്തു തന്ന് പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം എപ്പോഴും, എന്ത് നോക്കിയാലും കേട്ടോ. എന്ത് മേടിച്ചാലും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഈ ബാച്ചൊക്കെ ഇങ്ങനെ ഈ നമ്പരൊക്കെ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം വീഡിയോയ്ക്കകത്ത്. അപ്പോൾ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരോട് ഡൂപ്പ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങ് അയച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പറഞ്ഞാൽ മതി കൺസ്യൂമർ കോർട്ടിൽ കേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും തിരിച്ചു. കാരണം അവരുടെ ബിസിനസ് കൂട്ടിപ്പോണ പരിപാടി, അതുകൊണ്ട് അവരതിന് നിൽക്കത്തില്ല. പിന്നെ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, നിങ്ങളെല്ലാവരും നോക്കി വാങ്ങിക്കുക. നമുക്ക് അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസാസി ഫത്താൻ. ഇവൻ ടെർഡിഡെർമിസിൻ്റെ ഒരു ഒന്നാം തരം കോപ്പിയാണ് കേട്ടോ. ഇത് നല്ല ക്രിസ്പി ഡേർട്ടി ലെമൺ വിത്ത് വെറ്റിവർ വൈബാണ് ഇതിനുള്ളത്. വെറ്റിവർ ബേസ് വിത്ത് ക്രിസ്പി ഡേർട്ടി ലെമണാണ്. നല്ല ഇപ്പം വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടെർഡെർമിസിൻ്റെ കോപ്പികളിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരെണ്ണം ഇത് കേട്ടോ. ടോർ ഡി ഹവാനയുണ്ട് മെയ്സൺ അൽഹംബ്രയുടെ, അത്ര പോരാ, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഞാനത് മണത്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് കേട്ടോ. ടെർഡെർമിസിൻ്റെ നല്ലൊരു കോപ്പി എന്ന് പറഞ്ഞാൽ റസാസി ഫത്താൻ പൂർ ഹോം കേട്ടോ. ഇത് 5 മണിക്കൂർ, എ സി ഒക്കെയാണ് ഒരു 7 മണിക്കൂറൊക്കെ വരെ കിട്ടും. നല്ല രീതി അത്യാവശ്യം ഒരു 2-2.5 അടി വരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യും കൂടുതൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ. നല്ലൊരു കോംപ്ലിമെൻറ്റ് ഗെറ്ററാണ്, നല്ലൊരു ഓഫീസ് ഫ്രാഗ്രൻസ് ആണ്. ആർക്കും ഒരു ഒഫെൻസീവ് ആയിട്ടിരിക്കത്തില്ല. നിങ്ങൾക്ക് ആൾക്കാരുടെ കൂടെ ഇരുന്ന് ദൂരെ യാത്രയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് ഞാൻ നല്ല കോംപ്ലിമെൻറ്റ് ഗെറ്ററാണ്. ആൾക്കാർ ചോദിക്കും ഇതേതാന്ന്. അത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ അഫ്നാൻ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ്. ഇതിനകത്ത് അഫ്നാൻ ഹൗസ് ആകട്ടോ കൂടുതൽ. അവന്മാർ ഒരല്പം സാധനങ്ങളിട്ട് നന്നായിട്ട് മണം പരക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അഫ്നാൻ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ്. ഇത് നിഷാനെ ഹച്ചിവത്തിൻ്റെയും ക്രീഡ് അവൻറ്റസിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നൊരു സാധനം ഇത് സാധനം കേട്ടോ. അതിനകത്ത് ഇതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ കൂടുതലൊരു ചായവ് ഹച്ചിവാത്തിനോട് ഇതിനുള്ളത്. പൈനാപ്പിൾ, സ്മോക്കി പൈനാപ്പിൾ അവൻറ്റസുമായിട്ടും. പക്ഷേങ്കിൽ ഇതിനകത്ത് ഇതാണ് അതിൻ്റെ രണ്ടിനേക്കാളും കുറച്ച് കോംപ്ലിമെൻറ്റ്സ് കൂടുതൽ മേടിച്ച് തരുന്ന ഫ്രാഗ്രൻസ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല ഗുണങ്ങളെടുത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് ഒരു 8 സ്പ്രേ കൂടുതലൊന്നും പോകരുത് ആക്ച്വലി. ക്ലോസ് എൻകൗണ്ടേഴ്സിന് ഒഫെൻസീവ് അല്ല, ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. 8 മണിക്കൂർ എന്തായാലും ലാസ്റ്റ് ചെയ്യും ഇത് സാധനം. ചൂടൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. 3-4 അടി വരെ നിസ്സാരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്ന സാധനമാണ്. നല്ല ഇൻറ്റൻസ് ആണ് സംഗതി. ക്രീഡ് അവൻറ്റസിൻ്റെ ഒരു DNA ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം ചോദിച്ചായിരുന്നു കുറച്ചുകൂടെ ലെസ് സ്മോക്കി ഏതാണ്. അത് പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു ലെസ് സ്മോക്കിയാണ് കേട്ടോ.
നല്ല രസമാണ്. ഫ്രഷ് പൈനാപ്പിൾ പോലെ ഇങ്ങനെ മണത്തോണ്ടിരിക്കും. അതാണ് ഞാനിങ്ങനെ മണത്തോണ്ടിരിക്കുന്നത്. അതാണ് അഫ്നാൻ സുപ്രീമസി നോട്ട് ഓൺലി ഇന്ത്യൻസ്. അപ്പോൾ ഇത്രയൊക്കെയാണ്, ഈ 4 ഇതിപ്പം ഞാൻ വേറെ 4 അടുത്ത വീഡിയോയ്ക്കകത്തും ചെയ്യാം കേട്ടോ. എനിക്ക് കുറേ പ്രോജക്റ്റുകളും കുറച്ച് എക്സാമും അതും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പം നിങ്ങളുടെ എല്ലാം സഹകരണത്തിനും സ്നേഹത്തിനും എല്ലാം നന്ദി. ഞാൻ എന്തായാലും എന്നെ കഴിവതും കുറേ വീഡിയോസൊക്കെ ഇടും. ജാനുവരി 9 എക്സാം ഉള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ കുറേ വീഡിയോ എടുത്ത് അതിനകത്ത് നേരത്തെ തന്നെ യൂട്യൂബിൽ പ്രീമിയർ പോലെ അങ്ങ് ഓരോ റിലീസ് ഡേറ്റുമായിട്ടങ്ങ് ഇട്ടോളാം. പിന്നെ നിങ്ങളുടെ കമൻസിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ വന്നിട്ട് എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ആളുകളോട് സംസാരിക്കുന്ന ഇഷ്ടമാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഞാൻ മറുപടി പറയുന്നുണ്ട്. ഒരുപാടൊക്കെ ആൾക്കാരുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളുകളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് നമ്മളൊരു കുറച്ച് ഗ്രൂപ്പല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കത് എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ വലിയൊരു ടാസ്ക് ഒന്നുമല്ല. അപ്പം ഞാൻ വരുമ്പോൾ എല്ലാവരോടും മറുപടി എല്ലാം പറഞ്ഞോളാം. നിങ്ങൾ എന്ത് ചോദ്യം ഉണ്ടോ അവിടെ ചോദിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. എല്ലാവർക്കും നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ആശംസിക്കുന്നു. അപ്പോൾ ശരി, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.